ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ചതുർഗ്രഹയോഗ ഫലങ്ങളാണ് പറയുന്നത്. ചതുർഗ്രഹ യോഗമെന്നാൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ ഒരു രാശിയിൽ 4 ഗ്രഹങ്ങൾ നിന്നാൽ ഉണ്ടാകുന്ന ജ്യോതിഷ ഫലങ്ങളാണ്. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യം സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ എന്നീ 4 ഗ്രഹങ്ങളും ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ നല്ല ധനികൻ ആയിരിക്കുന്നവനും സുഖിമാനും എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു ലേഖകനും വഞ്ചകനും ഒരു രോഗിയും ആയിരിക്കുന്നതാണ്. അടുത്തത് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം എന്നീ 4 ഗ്രഹങ്ങൾ ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ധനവാനും കീർത്തിമാനും ബുദ്ധിമാനും സർക്കാർ ജോലി ഉള്ളവനും രോഗവും ദുഃഖവും ഇല്ലാത്തവനും ആയിരിക്കുന്നതാണ്. അടുത്തത് സൂര്യനും ചന്ദ്രനും ചൊവ്വയും ശുക്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ എല്ലാ കാര്യത്തിലും അതീവ സാമർഥ്യമുള്ളവനും ധാരാളം സമ്പത്തും ഭാര്യയും പുത്രന്മാരും ബഹുമാന്യതയും ഉള്ളവനും വിദ്യയുള്ളവനും ഭക്ഷണസുഖമുള്ളവനും എല്ലാ കാര്യത്തിലും നിപുണനായും ദയാലുവും ആയിരിക്കും. അടുത്തത് സൂര്യനും ചന്ദ്രനും ചൊവ്വയും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ഒരു ദുർമാർഗിയും വ്യഭിചാരശീലനും സഞ്ചാരിയും പണത്തിന് സദാ ബുദ്ധിമുട്ടുന്നവനും കണ്ണുകളിൽ ക്രൂരമായ ഭാവമുള്ളവനും ദരിദ്രനും ആയിരിക്കും. അടുത്തത് സൂര്യനും ചന്ദ്രനും ബുധനും വ്യാഴവും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുന്ന നേരം ജനിക്കുന്ന ജാതകൻ നല്ല ഭാര്യയും സൽപുത്രന്മാരും വിദ്യയും ധനവും ധൈര്യവും ബലവും ഔദാര്യവും ഉള്ളവനും ആയിരിക്കുന്നതാണ്. അടുത്തത് സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുന്നേരം ജനിക്കുന്ന ജാതകൻ ഒരു പ്രാസംഗികനും വൈകല്യമുള്ളവനും ആയിരിക്കും. അടുത്തത് സൂര്യനും ചന്ദ്രനും ബുധനും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ ഒരു ദരിദ്രനായിരിക്കുകയും ഉപകാരസ്മരണ ഇല്ലാത്തവനും ആയിരിക്കുന്നതാണ്. അടുത്തത് സൂര്യനും ചന്ദ്രനും വ്യാഴവും ശുക്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ വനപർവ്വത പ്രദേശങ്ങളിലോ ജലമാർഗത്തിൽ കൂടിയോ സഞ്ചരിക്കുന്നവനും സർക്കാർ ജോലി ഉള്ളവനും സുഖവും ധനവും ഉള്ളവനും ആയിരിക്കും. അടുത്തത് സൂര്യനും ചന്ദ്രനും വ്യാഴവും ശനിയും കൂടി ഒന്നിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ വളരെ ധനവും പുത്രന്മാരും ഉള്ളവനും കണ്ണിന് വിസ്താരമുള്ളവനും വേശ്യയുടെ ഭർത്താവ് അല്ലെങ്കിൽ വേശ്യയുടെ പുത്രനോ ആയിരിക്കും. അടുത്തത് സൂര്യനും ചന്ദ്രനും ശുക്രനും ശനിയും കൂടി ഒന്നിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ ബലമില്ലാത്ത ശരീരത്തോട് കൂടിയവനായും ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾ കൂടുതൽ ഉള്ളവനായും പണത്തിന് ബുദ്ധിമുട്ടുള്ളവനായും ദയ ഉള്ളവനായും ധനത്തോട് ആഗ്രഹമുള്ളവനും ഭയമുള്ളവനും ആയിരിക്കും. അടുത്തത് സൂര്യനും ചൊവ്വയും ബുധനും വ്യാഴവും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ ധനവാനായും പ്രാസംഗികനായും സഞ്ചാരിയും നേത്രരോഗിയും ദുഃഖമുള്ളവനും ധനികനും ദാനശീലനും ആയിരിക്കും. അടുത്തത് സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും കൂടി ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ പരസ്ത്രീകളോട് ആസക്തി ഉള്ളവനും വക്രബുദ്ധിയും ഉള്ളിൽ ഉള്ളവനും ദുർബലനും നേരെ നോക്കാത്തവനും ആയിരിക്കും.
അടുത്തത് സൂര്യനും ചൊവ്വയും ബുധനും ശനിയും ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ സേനാനായകനോ മന്ത്രിയോ ഭരണാധികാരം ഉള്ളവനോ ധനവും പ്രതാപവും സുഖമായി ജീവിക്കുന്നവനും നീച കർമ്മങ്ങൾ ചെയ്യുന്നവനും ആയിരിക്കും. അടുത്തത് സൂര്യനും ചൊവ്വയും വ്യാഴവും ശുക്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ രാജാവിന് തുല്യനും പ്രസിദ്ധനും ഇഷ്ടം പോലെ ധനമുള്ളവനും പ്രഭുവും ബഹുമാന്യത ഉള്ളവനും ആയിരിക്കും. അടുത്തത് സൂര്യനും ചൊവ്വയും വ്യാഴവും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ ധനമില്ലാത്തവനും നീതി കൈകാര്യം ചെയ്യുന്നവനോ നീതിമാനോ ആയിരിക്കുന്നതാണ്. അടുത്തത് സൂര്യനും ചൊവ്വയും ശുക്രനും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ ഒരു കാര്യവും വേണ്ടതുപോലെ ചെയ്യാത്തവനും അന്യന്മാരുടെ പരിഭവം വെറുതെ വാങ്ങിയെടുക്കുന്നവനും എന്നാൽ സത്യത്തിൽ ആൾ ഗുണവാനും ആയിരിക്കും. അടുത്തത് സൂര്യനും ബുധനും വ്യാഴവും ശുക്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ വലിയ യശസ്സും ധനവും ഉള്ളവനും എല്ലാവർക്കും സമ്മതനും പ്രധാനിയും ആയിരിക്കും. അടുത്തത് സൂര്യനും ബുധനും വ്യാഴവും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ കലഹമുണ്ടാക്കുന്നവനും വേണ്ടാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവനും എന്നാൽ അഭിമാനിയും ദുരാചാരങ്ങൾ വച്ചു പുലർത്തുന്നവനും ആയിരിക്കും. അടുത്തത് സൂര്യനും ബുധനും ശുക്രനും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ ആരോടും നല്ല വാക്കുകൾ സംസാരിക്കുന്നവനും സത്യവാനും സദാചാര നിരതനും ആയിരിക്കും. അടുത്തത് ചന്ദ്രനും ചൊവ്വയും ബുധനും വ്യാഴവും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ സർക്കാർ ജോലി ഉള്ളവനും കവിതാവാസനയുള്ളവനും മാന്യനും രാജാവിന് തുല്യമായി ജീവിക്കുന്നവനും ആയിരിക്കും. അടുത്തത് ചന്ദ്രനും ചൊവ്വയും ബുധനും ശുക്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ അലസനും എപ്പോഴും ഉറങ്ങുന്നവനും ധനത്തോട് അത്യാശ ഉള്ളവനും അധർമ്മത്തെ ചെയ്യുന്നവനും ആയിരിക്കും. അടുത്തത് ചന്ദ്രനും ചൊവ്വയും ബുധനും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ ബുദ്ധിശക്തിയുള്ളവനും വിദ്വാനും ശൂരനും സുഖമുള്ളവനും ആയിരിക്കും. ചന്ദ്രനും ബുധനും വ്യാഴവും ശുക്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ വിദ്വാനും കീർത്തിയുള്ളവനും ധനികനും ചെവിക്ക് കേൾവിക്കുറവ് ഉള്ളവനും ആയിരിക്കും. അടുത്തത് ചന്ദ്രനും ബുധനും വ്യാഴവും ശനിയും ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ ധനവാനും ബന്ധുക്കളോട് ഇഷ്ടമുള്ളവനും ധർമ്മിഷ്ഠനും ആയിരിക്കും. അടുത്തത് ചന്ദ്രനും ബുധനും ശുക്രനും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ പരദൂഷണം പറയുന്നവനും അന്യ സ്ത്രീകളോട് ആസക്തിയുള്ളവനും ആയിരിക്കും. അടുത്തത് ചന്ദ്രനും വ്യാഴവും ശുക്രനും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ സുഖമില്ലാത്തവനും ഐശ്വര്യമില്ലാത്തവനും ഒന്നിലും ഒരു ശ്രദ്ധയും ഇല്ലാത്തവനും ദയ ഇല്ലാത്തവനും ആയിരിക്കും. അടുത്തത് ചൊവ്വയും ബുധനും വ്യാഴവും ശുക്രനും ഒന്നിച്ച് ചേർന്ന് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ വലിയ ധനവാനായിരിക്കുന്നവനും മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്നവനും ആയിരിക്കും. അടുത്തത് ചൊവ്വയും ബുധനും വ്യാഴവും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ രോഗിയും ദരിദ്രനും ആയിരിക്കും. അടുത്തത് ബുധനും വ്യാഴവും ശുക്രനും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ വളരെ ധനമുള്ളവനും വിദ്യയുള്ളവനും സൽസ്വഭാവമുള്ളവനും ആയിരിക്കും. ഒരു രാശിയിൽ 4 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ, അതായത് ചതുർഗ്രഹ യോഗങ്ങൾ, ജാതകർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക.
സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.